പകൽ സമയത്ത് സാധാരണ ഒരു കടൽ തീരം. എന്നാൽ രാത്രിയായാൽ അവിടുത്തെ കഥ മാറുന്നു. പിന്നീട് രാത്രി മുഴുവൻ ആ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആത്മാക്കളും ആ കടപ്പുറത്ത് ഒത്തുകൂടുമായിരുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ധനുഷ്കോടിയിലെ ഒരു ഗ്രാമത്തെ പറ്റിയാണ്. കടൽ തീരത്തിനോട് ചേർന്നിരിക്കുന്ന ഈ ധനുഷ്കോടിയിലെ ഈ ഗ്രാമം വളരെ വർഷങ്ങൾക്ക് മുമ്പേ ആ കടലിൽ നഷ്ടപ്പെട്ടു പോയതാണ്. എന്നാൽ ഒരുമിച്ച് ഒരു ദിവസം വന്ന ആ ഒരു വിപത്ത് കൊണ്ട് അവിടെ നഷ്ടപ്പെട്ടത് ഒരുപാട് പേരുടെ ജീവനായിരുന്നു. അതുകൊണ്ട് തന്നെ അർദ്ധരാത്രി ആരെങ്കിലും അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവർ പിന്നീട് ഒരിക്കലും പുറം ലോകം കാണുമായിരുന്നില്ല. അവിടെ താമസിച്ചിരുന്നവർ പോലും അവിടുത്തെ ആത്മാക്കളുടെ ശല്യം കാരണം അവിടെ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തീരദേശത്തിലേക്ക് പലായനം ചെയ്തു എന്നാണ് കഥ പറയുന്നത്. രാത്രി സമയങ്ങളിൽ കടലിൽ നിന്നും കയറി വരുന്ന പൈശാചിക ശക്തികൾ അവിടെ ഒരു ആത്മാവായി മാറി ആ ഒരു കടൽക്കര മുഴുവൻ അലഞ്ഞു നടക്കുമായിരുന്നു എന്നൊക്കെയാണ് ആ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നവരും അതുപോലെ അടുത്ത ഗ്രാമങ്ങളിൽ ജീവിച്ചിരുന്നവരും പറയുന്നത്. ധനുഷ്കോടി എന്നത് കടലിനാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. കടൽ തീരത്തെ ഗ്രാമങ്ങളാണ് കൂടുതലും ഉള്ളത്. അവിടുത്തെ വിശ്വാസമനുസരിച്ച് എല്ലാ മതത്തിലുള്ളവരും അവിടുത്തെ എല്ലാ ആചാരങ്ങളെയും അനുസരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായിരുന്നു. എന്നാൽ നമുക്ക് അറിയേണ്ടത് ഒരു രാത്രി കൊണ്ട് ധനുഷ്കോടിയിലെ ഈ ഗ്രാമത്തിന് എന്തു പറ്റിയെന്നാണ്. ഈ ആത്മാക്കളൊക്കെ എവിടെ നിന്നാണ് ഈ കരയിലേക്ക് കയറി വരുന്നതെന്നും അതുപോലെ നെഗറ്റീവ് എനർജി അതുപോലെ പ്രേതാത്മാവ് എന്നൊന്ന് ഈ ലോകത്തില്ല എന്ന് തെളിയിക്കാനായി ഇറങ്ങി പുറപ്പെട്ട ഒരു വ്ളോഗറുടെ കഥ കൂടിയുണ്ട് ഇതിനകത്ത്. ഗവൺമെന്റ് അങ്ങോട്ട് പ്രവേശനം വിലക്കപ്പെട്ട ഈ ഗ്രാമത്തിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തിപ്പെട്ടു എന്നും അതുപോലെ അവിടെ വെച്ച് അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നും അദ്ദേഹം അവിടെ വെച്ച് പ്രേതാത്മാവിനെ നേരിട്ട് കണ്ടോ എന്നും ഒക്കെയാണ് ഈ കഥയുടെ മുഴുവൻ ഭാഗവും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുക. ധനുഷ്കോടി കടലിനാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം. എന്നാൽ അർദ്ധരാത്രി അവിടുത്തെ മട്ടുമാറുന്നു. കഥ പറയാം. അന്നത്തെ രാത്രി വിഷ്ണു എന്ന ഒരു വ്ളോഗറായിരുന്നു ആ ഒരു ധനുഷ്കോടിയിൽ ആത്മാക്കളൊന്നും ഇല്ല എന്ന് തെളിയിക്കാനായി അടുത്തുള്ള ഒരു പ്രദേശത്ത് നിന്നും അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചത്. എന്നാൽ ഗവൺമെന്റ് വിലക്കപ്പെട്ട ഒരു സ്ഥലം തന്നെയായിരുന്നു ധനുഷ്കോടി. അതുകൊണ്ട് സാധാരണക്കാർക്ക് അങ്ങനെ എളുപ്പത്തിൽ അങ്ങോട്ട് പോവാൻ സാധ്യമായിരുന്നില്ല. അതും മാത്രമല്ല, പകൽ സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് എത്താൻ പറ്റുമായിരിക്കും. എന്നാൽ രാത്രി സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് ഒരു ഗതാഗത സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അഖിലന്ന് ആ ധനുഷ്കോടിയിലേക്ക് പോയിരുന്നു. അത് എങ്ങനെയാണെന്ന് പറയാം. ധനുഷ്കോടിയിലേക്ക് പോവാനായി കടൽക്കരയിൽ എത്തിയപ്പോഴായിരുന്നു ഒരു ബോട്ട് അവിടെ നിൽക്കുന്നത് കണ്ടത്. ആ ബോട്ടിനടുത്തേക്ക് ചെന്നപ്പോൾ അതിലൊരു വൃദ്ധൻ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്നെ ധനുഷ്കോടി വരെ ഒന്ന് കൊണ്ടാക്കുമോ എന്ന്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഈ സമയത്ത് അങ്ങോട്ട് ആരും പോവാറില്ല. ഏതു സമയത്തായാലും അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. അത് ആത്മാക്കളുടെ താഴ്വരയാണ് രാത്രിയായാൽ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുവിടില്ല എന്ന് മാത്രമല്ല, എനിക്ക് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുവിടാൻ പേടിയുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. എന്നാൽ അഖിൽ തൻ്റെ കയ്യിലെ കുറച്ചധികം പണം അദ്ദേഹത്തിന് നൽകി പറഞ്ഞു, നിങ്ങൾ എന്നെ കൊണ്ടുവിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ ഒരു മുഴുവൻ തുക ഞാൻ തരാം എന്ന് പറഞ്ഞു. എന്നാലും അദ്ദേഹത്തിന് ഒരു മടിയുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുവിടുന്നത് ഒട്ടും ശരിയല്ല, അത് കാരണം നിങ്ങൾ എങ്ങനെയെങ്കിലും പോയിക്കോളൂ, ഞാനത് ചെയ്യില്ല എന്നൊക്കെ അദ്ദേഹം വീണ്ടും വീണ്ടും എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അഖിൽ വീണ്ടും പണത്തിൻ്റെ എണ്ണം കൂട്ടി അദ്ദേഹത്തെ അവൻ പ്രലോഭിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം അവനുമായി അവരുടെ ബോട്ടിൽ ആ ഒരു ധനുഷ്കോടിയിലെ ആത്മാക്കൾ വാഴുന്ന ആ കടൽക്കരയിലേക്ക് യാത്ര ചെയ്തു. ഏകദേശം 45 മിനിറ്റോളം യാത്രയുണ്ടായിരുന്നു ഈ കരയിൽ നിന്നും ധനുഷ്കോടിയിലേക്ക്.
എന്നാൽ അങ്ങനെ അവർ പോകുന്ന സമയത്താണ് ആ വൃദ്ധൻ അവനോടായി കാര്യങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ഈ സമയത്ത് അങ്ങോട്ട് പോകുന്നത് എന്തിനാണ് എന്നൊക്കെ. നിങ്ങൾ ഈ സമയത്ത് അങ്ങോട്ട് പോകരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ സമയത്താണ് ആത്മാക്കൾ അവിടെ മൊത്തം വിലസുന്നത് എന്ന്. ഞാനൊരു പാരാനോർമൽ ആക്ടിവിറ്റികളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവിടെ ഒരു പ്രേതമോ അല്ലെങ്കിൽ ഒരു ആത്മാവോ ഇല്ല എന്ന് തെളിയിച്ച് ഞാൻ ഈ പുറം ലോകത്തിന് അത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പോയത്. ആ സമയത്ത് ആ ബോട്ടിൽ വെച്ച് അഖിൽ ആ ഒരു വൃദ്ധനോട് ചോദിച്ചു, സത്യത്തിൽ ധനുഷ്കോടി എങ്ങനെയാണ് നശിച്ചു പോയതെന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു കാരണമുണ്ട്. ഒരു രാത്രി കൊണ്ടാണ് ആ ഒരു ധനുഷ്കോടിയിലെ ഒരു പ്രദേശം മുഴുവൻ അത് കടലെടുത്തത്. അന്ന് രാത്രി പെട്ടെന്ന് പെയ്ത ഒരു പേമാരിയും അതുപോലെ കൊടുങ്കാറ്റും വന്ന് കര മൊത്തമായി കടലെടുത്തു. അന്ന് ആ കടലിൽ മറഞ്ഞു പോയവരാണ് ഇന്ന് അവിടെ ആത്മാക്കളായി വന്ന് പോകുന്നതെന്നാണ് കഥ പറയുന്നത്. അതുമാത്രമല്ല, ആ പ്രദേശത്ത് പിന്നീട് ബാക്കിയായവർ ആ പ്രദേശത്ത് വീണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആത്മാക്കൾ അവരെ വന്ന് ശല്യം ചെയ്യുന്നതായും തനിച്ച് എങ്ങോട്ടെങ്കിലും പുറപ്പെട്ടു പോവുകയാണെങ്കിലും, അതുപോലെ മുക്കുവ സമുദായത്തിൽപ്പെട്ടവരാണ് കൂടുതലും. അതുകൊണ്ട് രാത്രി കടലിൽ പോയി മീൻ പിടിക്കുന്ന സമയത്ത് അവർക്ക് കടലിൽ വെച്ചും കരയിൽ വെച്ചും പ്രേതാത്മാക്കളുടെ ശല്യം ഉണ്ടായതായും അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കാരണമാണ് അവരെല്ലാവരും ഈ ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് താമസം മാറിയത്. പിന്നീട് പതിയെ പതിയെ ധനുഷ്കോടിയിലെ ഓരോ വീടുകളും അവിടുത്തെ പള്ളികളും അതുപോലെ അവിടുത്തെ ആരാധനാലയങ്ങളെല്ലാം പൊളിഞ്ഞു വീഴാൻ തുടങ്ങിയത്. പിന്നീട് അങ്ങനെ ഇങ്ങനെയൊന്നുമായി ആരും അങ്ങോട്ട് പോയിട്ടില്ല. പോയവരാരും തിരിച്ചു വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു ഇങ്ങനെ കാണാതായവരെ കുറിച്ചുള്ള കണക്കുകൾ കൂടിക്കൂടി വന്നപ്പോഴായിരുന്നു പോലീസ് അങ്ങോട്ട് പോവരുതെന്ന കർശനമായ നിയന്ത്രണം വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോടും അങ്ങോട്ട് പോവരുതെന്ന് പറയുന്നത്. അതിന് അഖിൽ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ചേട്ടാ, ഈ ലോകത്ത് പ്രേതമെന്ന ഒരു വസ്തു ഇല്ല. ഇതൊക്കെ ആൾക്കാരുടെ ഒരു തോന്നലാണ്. നിങ്ങളും ഈ ഒരു പ്രായമായിട്ടും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. ചേട്ടൻ സത്യത്തിൽ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അഖിൽ ഉറക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ഉടനെ തന്നെ ആ ഒരു ബോട്ട് ധനുഷ്കോടിയുടെ ആ പ്രേതങ്ങളുടെ താഴ്വരയായ ആ കടൽ തീരത്ത് എത്തിയിരുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇറങ്ങി പോകാൻ, എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം എന്നൊക്കെ ആ വൃദ്ധൻ അഖിലിനോട് പറഞ്ഞു. എന്നിട്ട് തൻ്റെ കയ്യിലെ പണം മുഴുവൻ ആ വൃദ്ധന് കൊടുത്ത് അവൻ മുന്നോട്ട് നടന്നു. തൻ്റെ കയ്യിൽ ഒരു വീഡിയോ ക്യാമറയും അതുപോലെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു ക്യാമറയും അതുപോലെ ഒരു പാരാനോർമൽ റിഫ്ലക്ടറും കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് ആ കടൽക്കരയിൽ എത്തിയ സമയത്ത് അവൻ വളരെ സന്തോഷവാനായി ആകാശത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ദൈവമേ, ഇത്രയും മനോഹരമായ ഒരു സ്ഥലം, എന്തൊരു കാറ്റാണ് ഇവിടെ, എന്തൊരു സുഖമാണ് ഇവിടെ. ഇവിടെയാണോ പ്രേതങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആരെയും കടത്തിവിടാത്തത്? ഇത് സത്യത്തിൽ ഭൂമിയിലെ മറ്റൊരു സ്വർഗമാണല്ലോ എന്നൊക്കെ അവൻ സ്വയം ഉറക്കെ പറയാൻ തുടങ്ങി. എന്നിട്ട് അവൻ ഓരോ മണൽത്തരികളെയും തട്ടിത്തെറിപ്പിച്ച്, എനിക്കിവിടെ പ്രേതമുണ്ടോ എന്ന് കാണണം, നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് അവൻ വളരെ ധിക്കാരത്തോടെ അവരെ വെല്ലുവിളിക്കുന്നത് പോലെ അവൻ അകത്തേക്ക് പോയിക്കൊണ്ടേയിരുന്നു. അവിടെയുള്ള ഗ്രാമങ്ങളിലെ വീടുകളെല്ലാം അവൻ നോക്കിക്കണ്ടു. എല്ലാം ഏകദേശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആദ്യം ചെന്നത് അവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു ചർച്ചിലേക്കായിരുന്നു, ഒരു ക്രിസ്ത്യൻ ചർച്ചിലേക്ക്. അവിടെ എത്തിയ സമയത്ത് അവൻ അതിനകത്ത് കുറച്ച് സമയം ഇരുന്നു. അവൻ്റെ കയ്യിലെ വീഡിയോ ക്യാമറയും ഓഡിയോ റെക്കോർഡറും അതുപോലെ പാരാനോർമൽ റിഫ്ലക്ടറുമെല്ലാം അവൻ ഓണാക്കി വെച്ചിരുന്നു. എന്നിട്ട് അവിടെ നിന്നും അവൻ അട്ടഹസിച്ച് പരിഹസിച്ച് ചിരിച്ചുകൊണ്ടേയിരുന്നു. നീ ഒരാത്മാവാണെങ്കിൽ നീ ഇറങ്ങി വാ, എനിക്ക് നിങ്ങളെ കാണണം, നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് അവൻ വല്ലാതെ ഒച്ച വയ്ക്കാൻ തുടങ്ങി. എന്നാൽ കുറേ സമയം അങ്ങനെ ഇരുന്നിട്ടും അവിടെ ആരും വന്നില്ല. ആ സമയത്ത് ആ ഭാഗത്ത് വലിയ രീതിയിലുള്ള കാറ്റും അതുപോലെ കടലിൻ്റെ തിരമാലകളുടെ ശബ്ദം, ആർത്തലയ്ക്കുന്ന ആ ശബ്ദവും അഖിലിനെ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം അവൻ ഇരിക്കുമ്പോൾ അവൻ വീണ്ടും ഉറക്കെ പറഞ്ഞു, നീ ഇല്ല എന്ന് എനിക്ക് വ്യക്തമായി, എന്നിട്ടാണ് ഇങ്ങോട്ട് ആരെയും കടത്തിവിടാത്തത്. എന്ത് മണ്ടത്തരമാണ്. ഇനിയിപ്പോൾ ഞാൻ വന്നത് വെറുതെയായി, തിരിച്ചു പോവാൻ ഇനി എനിക്ക് ബോട്ട് പോലും ലഭിക്കില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇവിടെ കിടക്കാൻ പോവുകയാണ്. നീ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂട്ട് കിടക്കാമെന്നും അദ്ദേഹം പരിഹസിച്ച് ചിരിച്ചു. അഖിൽ വളരെ ആക്രോശത്തോടെ തൻ്റെ കയ്യിലെ ഒരു തുണി നിലത്ത് വിരിച്ച് അവിടെ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ അഖിലിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന സംഭവങ്ങളായിരുന്നു
പിന്നീട് നടന്നത്. അങ്ങനെ വളരെ നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയത്തായിരുന്നു അഖിലിന് പുറകിൽ നിന്നും ഒരു കാലൊച്ച കേട്ടത്. അതും വളരെ വലിയ രീതിയിലുള്ള കാലൊച്ച. കടലിൽ നിന്നും ആരോ കയറി വരുന്നത് പോലെയൊക്കെയുള്ള ഒരു ശബ്ദം അവന് കേട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ കടലിൻ്റെ അലകളാവാമെന്ന് കരുതി അവൻ നിശബ്ദനായി തന്നെ കിടന്നു. പെട്ടെന്ന് സ്വിച്ച് ഓഫാക്കിയതുപോലെ അവിടുത്തെ കാറ്റും അവിടുത്തെ കടൽ തിരകളുടെ ചലനവും അവസാനിച്ചിരിക്കുന്നു. ഒരു നിശബ്ദമായ സ്ഥലം പോലെ. അങ്ങോട്ട് കാറ്റ് വരുന്നേ ഉണ്ടായിരുന്നില്ല. എന്നാൽ അഖിലിന് അതിന് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തോന്നിയില്ല. ഒരുപക്ഷെ കടലല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും സയന്റിഫിക്കലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ടെന്നത് അവൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും വിശ്വസിച്ചില്ല. വീണ്ടും ഉറക്കത്തിലേക്ക് നീങ്ങി. എന്നാൽ അപ്പോഴായിരുന്നു പെട്ടെന്ന് അവന് പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ആരോ നടന്ന് അവനടുത്തേക്ക് വരുന്നത് പോലെ. എന്നാൽ ആദ്യമൊന്നും അവന് രൂപമൊന്നും കാണാൻ സാധിച്ചില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു അവന് വല്ലാത്ത തരം ഒരു തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയത്. ആരോ അവന് നേരെ എന്തോ ഒരു വിശറി കൊണ്ടൊക്കെ ആഞ്ഞു വീശുന്നത് പോലെയുള്ളൊരു തണുപ്പ്. കടൽക്കരയിൽ കാറ്റൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് ഈ തണുപ്പ് വരുന്നതെന്ന് അവൻ ചുറ്റുപാടും നോക്കി. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു അവന് അസഹ്യമായ ഒരു ദുർഗന്ധം അവിടെ വമിക്കാൻ തുടങ്ങിയത്. ആ ഒരു ഗന്ധം അവനെ വല്ലാതെ മത്ത് പിടിപ്പിച്ചു. ആ ഒരു ഗന്ധം അവനെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ മൂക്കൊക്കെ പൊത്തുന്നുണ്ടായിരുന്നു. തൻ്റെ കയ്യിലെ കർച്ചീഫ് എടുത്ത് അവസാനം വാ മൊത്തം മൂടിക്കെട്ടി. എന്നിട്ട് ചുറ്റും നോക്കുമ്പോഴായിരുന്നു ഒരു പൊളിഞ്ഞ തൂണിന് പുറകിൽ നിന്നും ഒരു രൂപം അവനെ എത്തി നോക്കുന്നതായി കണ്ടത്. എന്നാൽ അവൻ പെട്ടെന്ന് അത് അവൻ്റെ തോന്നലാവാമെന്ന് കരുതി അവൻ അത് കാര്യമാക്കിയില്ല. എന്നാൽ വീണ്ടും ആ തൂണിൻ്റെ ഓരോ സിമൻ്റ് കഷ്ണങ്ങൾ ഇളകി വീഴുന്ന ശബ്ദം കേട്ട് വീണ്ടും അവൻ അങ്ങോട്ട് നോക്കുമ്പോഴായിരുന്നു ആ ഒരു കാഴ്ച കണ്ടത്. ആ തൂണിന് പുറകിൽ നിന്നും ഒരു ഭീകര സത്വം. അതൊരു പ്രേതാത്മാവായിരുന്നു. അതിൻ്റെ ശരീരം മുഴുവൻ ഒരുപാട് കാലം വെള്ളത്തിൽ കിടന്ന് ദ്രവിച്ച് അഴുകിയ രീതിയിൽ തന്നെയായിരുന്നു. ആ ഒരു രൂപത്തിൽ നിന്നായിരുന്നു ആ ഒരു ദുർഗന്ധം അവിടെ മൊത്തം വമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ രൂപം അവനെ നോക്കി നിൽക്കുകയായിരുന്നില്ല. ആ രൂപം അവൻ അരികിലേക്ക് വരികയായിരുന്നു. എന്നാൽ അതിൻ്റെ കാലുകൾ രണ്ടായിരുന്നില്ല, അതിന് 4 കാലുകളായിരുന്നു. അതിൻ്റെ 4 കാലുകൾ കൊണ്ടായിരുന്നു ആ മണൽ തരികളെ ഓരോന്നായി തഴഞ്ഞ് അവൻ അരികിലേക്ക് അത് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ വായിൽ നിന്നും വരുന്ന രക്തത്തുള്ളികൾ അവനെ വല്ലാതെ പേടിപ്പെടുത്തി. എന്നിട്ട് അവൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ നിന്നെ വെല്ലുവിളിച്ചതിൽ എന്നോട് ക്ഷമിക്കണം, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണം എന്നൊക്കെ അവൻ ആർത്ത് അട്ടഹസിക്കാൻ തുടങ്ങി. എന്നാൽ അതൊന്നും ആ ഒരു ആത്മാവ് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ആ ഒരു ആത്മാവ് ഒരു ഭീകര സത്വമായി അവനെ ഭക്ഷിക്കാൻ എന്നവണ്ണം അവനെ അടുത്തേക്കായി അത് ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് തൻ്റെ കയ്യിലെ എല്ലാ വസ്തുക്കളും അവിടെ ഉപേക്ഷിച്ച് ആ പള്ളിയിലെ ഒരു പൊളിഞ്ഞു വീഴാറായ ഒരു വാതിലിനരികിൽ ചെന്ന് അവൻ ഒളിച്ചിരുന്നു. എന്നിട്ട് അതിനടുത്തുള്ള ഒരു വലിയ കല്ല് ആ ഒരു ഡോറിനടുത്തായി വെച്ച് ആ ഒരു ഡോറിനെ അവൻ തടഞ്ഞു. എന്നാൽ ആ ഒരു രൂപം ആ ഡോറിനടുത്ത് വന്ന് അതിശക്തമായി മുട്ടുന്നത് അവൻ കേട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ആ ഒരു വാതിൽ അവൻ കല്ലുകൊണ്ടും അതുപോലെ അവൻ്റെ 2 കൈ കൊണ്ടും തടഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ശബ്ദം അവിടെ നിന്നും അപ്രത്യക്ഷമായി. അപ്പോഴായിരുന്നു പെട്ടെന്ന് അവനൊരു ശബ്ദം കേട്ടത്. മോനെ അഖിലേ, ഞാനാണ് നിന്നെ നേരത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ട ആ ഒരു ബോട്ട് ഓടിച്ചിരുന്ന വൃദ്ധൻ. നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോരണം. ഞാൻ നിന്നെ ആക്കി തിരിച്ചു പോകുമ്പോഴായിരുന്നു വലിയ രീതിയിലുള്ള കൊടുങ്കാറ്റും പേമാരിയും മഴയും പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ പോന്നാൽ നിനക്ക് ഈ ഒരു അപകടത്തിൽ നിന്നും ഇവിടെ നിന്നും രക്ഷപ്പെടാം. എപ്പോഴെങ്കിലും ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. ആ ഒരു ശബ്ദം കേട്ട സമയത്ത് അഖിലിനെ വല്ലാത്ത തരം സന്തോഷം തോന്നി. അതുമാത്രമല്ല, അവൻ്റെ കണ്ണിൽ നിന്നും സന്തോഷ കണ്ണീർ വഴി പൊഴിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ധൃതിയിൽ അവൻ വാതിൽ തുറക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു അവൻ പെട്ടെന്ന് ഒരു നിമിഷം ആലോചിക്കുന്നത്.
കുറേ സമയങ്ങൾക്ക് മുന്നേ തന്നെ കടലിലെ അലയും അതുപോലെ ഇവിടത്തെ കാറ്റും അവസാനിച്ചിരുന്നു. പിന്നെ അദ്ദേഹം പറയുന്നത് പോലെ പേമാരിയും മഴയും ഉണ്ടെങ്കിൽ എനിക്കും ആ ശബ്ദം കേൾക്കേണ്ടതല്ലേ എന്ന് അവൻ മനസ്സിൽ കരുതി. അതിനുശേഷം ആ വാതിൽ തുറക്കുന്നതിന് മുമ്പ് അതിൻ്റെ താക്കോൽ വിടവിലൂടെ അവൻ പുറത്തേക്ക് നോക്കുമ്പോൾ അത് ആ ഒരു വാതിലിന് മുന്നിൽ നിന്നത് ആ ഒരു വൃദ്ധനായിരുന്നില്ല. പകരം ആ കടലിൽ നിന്നും അവനെ നേരെ നോക്കി വന്നിരുന്ന ആ ഭീകര സത്വമായിരുന്നു. ആ ഭീകര പ്രേതാത്മാവായിരുന്നു എന്നത് അവൻ വ്യക്തമാക്കി കണ്ടു. അവൻ ആ സത്വത്തെ കണ്ടു എന്ന് മനസ്സിലാക്കിയ ആ സത്വം ഉടനെ തന്നെ തൻ്റെ ശക്തി ഉപയോഗിച്ച് ആ വാതിൽ തകർത്ത് കളഞ്ഞു. അവൻ അടുത്തേക്ക് ആ രൂപം വന്ന് എന്നിട്ട് അവനെ അതിശക്തമായി അടിച്ചു വീഴ്ത്തി. എന്നാൽ അതിനുശേഷം അവന് ബോധം തെളിയുന്ന സമയത്ത് നേരം വെളുത്തിരുന്നു. അതും അവൻ കിടന്നിരുന്ന സ്ഥലത്തായിരുന്നില്ല അവൻ നിന്നിരുന്നത്. അവൻ ആ പള്ളിയിൽ നിന്നും മാറി കുറച്ചകലെ ഒരു ഭാഗത്തായിരുന്നു കിടന്നിരുന്നത്. ആ സമയത്ത് പെട്ടെന്ന് അവൻ ഉണർന്ന് എല്ലാ ഭാഗവും ചുറ്റും നോക്കി. എന്നാൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു ദൂരെ നിന്നും ഒരു ബോട്ട് അങ്ങോട്ട് വരുന്നത് കണ്ടത്. വെയിലിൻ്റെ ചെറിയ മങ്ങൽ കാരണം അവന് ആരാണ് വരുന്നതെന്ന് വ്യക്തമായില്ല. അടുത്തേക്ക് വന്നപ്പോഴായിരുന്നു ഇന്നലെ അവനെ ഇങ്ങോട്ട് കൊണ്ടുവിട്ട ആ ഒരു വൃദ്ധൻ ആ ബോട്ടുമായി വരുന്നത് കണ്ടത്. അത് കണ്ട ഉടനെ തന്നെ അവന് വല്ലാത്ത തരം സന്തോഷവും അതുപോലെ സങ്കടവും ഒരുമിച്ച് വന്നു. അദ്ദേഹം ആ ബോട്ട് കരയിലേക്ക് അടുപ്പിക്കാനൊന്നും ക്ഷമ കാണിച്ചില്ല. അഖിൽ പെട്ടെന്ന് തന്നെ അവൻ്റെ വസ്തുക്കളെല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ച് ആ ഒരു ബോട്ടിനടുത്തേക്ക് ഓടി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ ഉറപ്പായിട്ടും പ്രേതാത്മാവുണ്ട്. അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കരയിലേക്ക് കൊണ്ടുവിടണം. നിങ്ങളെ ഇങ്ങോട്ട് വിട്ടത് എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടാവാം ദൈവം നിങ്ങളെ ഇങ്ങോട്ട് വിട്ടതെന്നൊക്കെ പറഞ്ഞ് അഖിൽ അദ്ദേഹത്തോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ ആ ബോട്ട് തിരിച്ച് മറ്റു കരയിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ അഖിൽ പറയുന്ന ഒരു കാര്യത്തിനും ആ വൃദ്ധൻ സംസാരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. മറുപടി ഒന്നുപോലും പറയുന്നുണ്ടായിരുന്നില്ല. അഖിൽ ധനുഷ്കോടിയിലെ ആ പാഴടഞ്ഞ പ്രേതാത്മാക്കൾ നിൽക്കുന്ന ആ കരയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിറയെ പ്രേതാത്മാക്കളായിരുന്നു. അവൻ ഇന്നലെ കണ്ട അതേ രൂപത്തിലുള്ള പ്രേതാത്മാക്കൾ ആ കരയിൽ അവനെ മാടി വിളിക്കുന്നത് പോലെയാണ് അവന് തോന്നിയത്. എന്നാൽ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന് പുറകിൽ നിന്നും അഖിലേ എന്ന ഒരു വിളി വന്നു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വൃദ്ധൻ്റെ രൂപമെല്ലാം മാറി. ആ വൃദ്ധൻ്റെ രൂപം ഒരു പൈശാചിക രൂപമായി. ആ ഒരു വെള്ളത്തിൽ കിടന്ന അലിഞ്ഞ ശരീരമുള്ള ആ ഒരു വിചിത്ര രൂപമായി തനിക്ക് നേരെ നിൽക്കുന്നു. എന്നാൽ അത് കടലിൽ ബോട്ട് ഓടിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് ആ ഒരു രൂപത്തിൻ്റെ ഉടൽ തിരിയാതെ ആ കഴുത്ത് മാത്രം അവനെ തിരിഞ്ഞു നോക്കി അവനോട് പറഞ്ഞു, ഇവിടെ വന്നവരാരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. നിന്നെയും ഞാൻ ഞങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ ആ ഒരു രൂപം അഖിലിനെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ചില ശക്തിപ്രയോഗങ്ങളെല്ലാം നടന്നതുകൊണ്ട് ആ ബോട്ട് നല്ല രീതിയിൽ തകരാറിലായി. അങ്ങനെ പതിയെ ആ ബോട്ട് ആ ആഴക്കടലിൽ മുങ്ങിത്താഴാൻ തുടങ്ങി. അങ്ങനെ ആ ആഴക്കടലിൽ മുങ്ങിത്താഴുന്ന സമയത്ത് ആ ഒരു വിചിത്രമായ രൂപം അഖിലിനോട് വെള്ളത്തിലും വെച്ച് പറഞ്ഞു, നീ ഇപ്പോൾ ഞങ്ങളിൽ ഒരാളായിരിക്കുന്നു. നാളെ ഞങ്ങളെ കൂടെ നീയും അടുത്തൊരു അവകാശി ഇങ്ങോട്ട് വരുന്നത് വരെ കാത്തിരിക്കണം. അവനെയും നമ്മുടെ ലോകത്തേക്ക് നമുക്ക് കൂട്ടാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ആഴക്കടലിൽ അവർ അലിഞ്ഞുപോയി. ഇതായിരുന്നു ധനുഷ്കോടിയിലെ ആ ഒരു പ്രേതാത്മാവിൻ്റെ കഥ. നാളെ നിങ്ങൾക്കൊരു അവസരം ലഭിക്കുകയാണെന്ന് വിചാരിക്കുക. ധനുഷ്കോടിയിലേക്ക് അതുപോലെ ഈ പ്രേതാത്മാക്കൾ വാഴുന്ന കരയിലേക്ക് പോവാൻ നിങ്ങളിൽ എത്ര പേർ അങ്ങോട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.